ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. സാധാരണഗതിയിൽ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറയുക. എന്നിട്ട് അത് കഴിയാതെ പോയതുകൊണ്ട് ഇന്ന് ആ ചോദ്യങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ആകെ കലങ്ങി മറിയുകയും എപ്പോഴും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വെറുപ്പിനും വിദ്വേഷത്തിനും കാരണമായി അന്ധവിശ്വാസങ്ങളും നമ്മുടെ മുമ്പിലെത്തുന്നുണ്ട്. സഭയ്ക്കകത്ത് തന്നെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. പരസ്പരം മുറിവേൽപ്പിക്കുന്ന പ്രവൃത്തികളിലേക്ക് വിശ്വാസികൾ ചെന്നുപെടുന്നു എന്നത് തീർത്തും വേദനാകരമായ കാര്യമാണ്. സാധാരണഗതിയിൽ സഭയിലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് വിമർശിക്കുമ്പോൾ പ്രധാനമായും അന്ധവിശ്വാസങ്ങളെയും നമ്മൾ എടുക്കുന്ന ഹൃദയപരമായ നിലപാടുകളെയൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഒരു സുഹൃത്ത് ചോദിക്കുകയാണ്, സഭയെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഒന്നിനെയും നമ്മൾ ഭയപ്പെടുന്നില്ല. നമ്മൾ ആകെ ഭയപ്പെടുന്നത് ദൈവത്തെയാണ്. കാരണം അവിടുത്തെ സന്നിധിയിലാണല്ലോ എല്ലാം അനാവൃതമാകുന്നതും നമ്മെക്കുറിച്ചുള്ള ആത്യന്തികമായ വിധി തീർപ്പാക്കാൻ കെൽപ്പുള്ളതും അവിടത്തേക്ക് മാത്രമാണ്. സഭ യേശുവിന്റെ ശരീരമാണ്. സഭ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. സഭയിലുള്ള മനുഷ്യരെ നമ്മൾ വിമർശനത്തിന് വിധേയമാക്കാറുണ്ട്. അവിടെ വ്യക്തിപരമായ ആരുടെയും പേര് പറയാതെ എടുക്കുന്ന നിലപാടുകളെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനങ്ങൾ ഉന്നയിക്കുക. സഭ യേശുവിന്റെ ശരീരമാണ്. അപ്പൊ യേശുവിനെ വിമർശിക്കുക എന്നുള്ളതല്ല, ആ യേശുവിന്റെ പേരിൽ നടമാടുന്ന എല്ലാ അനീതികളെയും എല്ലാ പിഴവുകളെയും വിശ്വാസികളുടെ മുൻപിൽ തുറന്നു കാട്ടാൻ ഓരോ വിശ്വാസിക്കും കടപ്പാടുണ്ട്. നാം ഓരോരുത്തരും ഈ ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്താതെ പോകരുത് എന്ന കാര്യം എല്ലാവരും നിരന്തരം ഓർക്കേണ്ടതാണ്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരു ഭൗതിക ഘടന എന്ന നിലയ്ക്ക് സഭയെ ഭയക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല. കാരണം അങ്ങനെ ഒരു പരിപാലനം ഏറ്റു വളർന്ന ഒരാളല്ല ഞാൻ. എറണാകുളത്ത് തെരുവിൽ കിടന്നും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെയും ജീവിതത്തിലുടനീളം അലയേണ്ടി വന്ന നിരവധി സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു സഹായം സ്വീകരിച്ചിട്ടല്ല നമ്മൾ മുമ്പോട്ട് വന്നത്. മാത്രമല്ല, വിശ്വാസം പ്രഘോഷിക്കാൻ ആരംഭിച്ചപ്പോഴും പ്രഘോഷിക്കുന്നതിന്റെ പേരിൽ ഫീസ് ഈടാക്കി യാത്രാപ്പടി മേടിച്ച് ശുശ്രൂഷ ചെയ്തിട്ടല്ല ഇന്നുവരെ ദൈവസന്നിധിയിൽ വ്യാപരിച്ചിട്ടുള്ളത്. വിശ്വാസം പ്രഘോഷിക്കേണ്ടത് എൻ്റെ ദൈവിക കടമയാണെന്നും അത് സഹോദരങ്ങളുള്ള സ്നേഹത്തിന്റെ പ്രവൃത്തിയാണെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട് ക്രിസ്തുവിൽ ഈ ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന ബോധ്യത്തിലാണ് ശുശ്രൂഷകൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെറിയ കാര്യം പരിശോധിച്ചാൽ മനസ്സിലാവും. എറണാകുളം രൂപതയിലാണ് എൻ്റെ ജീവിതം. എറണാകുളം രൂപതയിൽ ഞാൻ സുവിശേഷം പ്രഘോഷിച്ചിട്ടുള്ളത് വളരെ ചുരുക്കം ദേവാലയങ്ങളിലാണ്. സീറോ മലബാർ സഭയിൽ തന്നെ അത്തരം പ്രഘോഷണങ്ങൾ വളരെ പരിമിതമായിരുന്നു. ആഗോള സഭയിൽ ഉത്തരേന്ത്യയിലും കേരളത്തിലുമടക്കം നിരവധി ദേവാലയങ്ങളിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. വിളിക്കുന്നിടത്ത് പോവുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്വാധീനിച്ചോ ഏതെങ്കിലും ബന്ധത്തിന്റെ പേരിലോ എങ്ങും സുവിശേഷം പറയേണ്ട കാര്യം നമുക്കില്ല. സുവിശേഷം പറയാൻ ദൈവം തിരഞ്ഞെടുത്താൽ ദൈവം നമ്മെ ഉപയോഗിക്കും എന്ന ബോധ്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഒരു തരത്തിലും ആരെയും ഭയപ്പെട്ടല്ല ജീവിതം. ദൈവത്തെ മാത്രമേ ഭയപ്പെടാവൂ. ആ ഭയം പോലും യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ നിന്നുളവാകുന്നൊരു ഭയമാണ്. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ നാഥനോട് എനിക്ക് നീതി പുലർത്താൻ കഴിയാതെ പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദനയാണ്. തെറ്റ് ചെയ്യുമ്പോൾ ഞാനും ക്രിസ്തുവും തമ്മിലുണ്ടാകുന്ന അകലത്തെ സംബന്ധിച്ച ബോധ്യമാണ് എൻ്റെ ഭയം. മരണശേഷം ഒരു നരകത്തിൽ പോകുന്ന ഭയത്തിലല്ല ഞാൻ. കാരണം അതൊക്കെ ദൈവസന്നിധിയിൽ ഞാൻ വിടുകയാണ്. എന്റെ പ്രശ്നം, എന്റെ ജീവിതകാലത്ത് ഞാൻ അറിഞ്ഞ ക്രിസ്തുവിന് ജീവിതം കൊണ്ടും പ്രഘോഷണം കൊണ്ടും എനിക്ക് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അവിടെയാണ് എനിക്ക് വേദനയുള്ളത്. പൗരോഹിത്യത്തോടും മെത്രാന്മാരോടും ഒക്കെ ഉള്ളത് ഈ സ്നേഹം കൊണ്ടുള്ള ബഹുമാനമാണ്, ഭയമല്ല. എല്ലാ പൗരോഹിത്യത്തെയും ഞാൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനുള്ള പൗരോഹിത്യമാണ് കത്തോലിക്കാ സഭയിലേത് എന്നുള്ളത് കൊണ്ടാണ്. ലോക പൗരോഹിത്യവുമായി അതിന് വ്യത്യാസമുണ്ട്. ഇത് അധീശത്വത്തിൻ്റെതല്ല. അവർ നമ്മെ ശുശ്രൂഷിക്കുകയാണ്. നമ്മെ സേവിക്കാനായി ശുശ്രൂഷിക്കാനായി വന്ന പുരോഹിതരെ ഞാൻ സ്നേഹിക്കുകയും
നമുക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച അവരോട് ബഹുമാനം പുലർത്തുകയും ചെയ്യുന്നു. അത് സന്യസ്തരോടായാലും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഭയപ്പെട്ടല്ല പലപ്പോഴും അഭിപ്രായം പറയാത്തത്. നമ്മൾ അഭിപ്രായം പറയുമ്പോൾ അതിന്റെ സൂക്ഷ്മതയിൽ നമുക്ക് ബോധ്യമുണ്ടാകാതായി പോയാൽ അത് തെറ്റായി പോകുന്നുള്ളത് കൊണ്ടാണ്. അതുമാത്രമല്ല, ആരും വ്യക്തിപരമായി നമ്മൾ മൂലം വേദനിക്കാൻ ഇടയാകരുത് എന്നതുകൊണ്ടാണ്. നിലപാടുകളെയും തെറ്റുകളെയും വീഴ്ചകളെയും ഒക്കെ വിശ്വാസികളുടെ ഇടയിലും പൊതുസമൂഹത്തിലും ഏറ്റുപറയാനും വെളിപ്പെടുത്താനും നമുക്ക് കഴിയണം. കാരണം ക്രിസ്തുവിന്റെ പ്രകാശം ഏതെങ്കിലും ഒരു തെറ്റായ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കളങ്കിതമാകാൻ ഇടയാകരുത് എന്നാണ് നമ്മുടെ താല്പര്യം. രണ്ടാമത്തെ ചോദ്യം, സീറോ മലബാർ സഭയിലെ തർക്കങ്ങളെല്ലാം പിശാചിന്റെ ഇടപെടലാണോ എന്നാണ്. സീറോ മലബാർ സഭയിലെ തർക്കം പിശാചിന്റെ ഇടപെടലുമല്ല, ആത്മീയവുമല്ല. അത് തികച്ചും ഭൗതികമായ കാര്യങ്ങളാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട തർക്കം വസ്തു കച്ചവടത്തെ സംബന്ധിച്ചാണ്. സഭയെ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ട നേതൃതലത്തിലുള്ള ആളുകൾ ഇടപാടുകൾ നടത്തിയത് സുതാര്യമായിട്ടല്ല എന്ന ആക്ഷേപവും അതിന്റെ കേസുകളൊക്കെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ഭൗതികമാണ് തികച്ചും. ഇനി സഭയിലെ സ്ഥാനമാനങ്ങൾ, അഡ്മിനിസ്ട്രേറ്റർ പദവി കൊടുക്കുന്നു, ദേവാലയങ്ങളിൽ ആളുകളെ നിയമിക്കുന്നു, അതൊക്കെ ഭൗതികമാണ്. അതിൽ ആത്മീയതയൊന്നുമില്ല. ഭരണം നടത്താനാണല്ലോ അഡ്മിനിസ്ട്രേറ്റർ. വികാരി ദൈവജനത്തിന്റെ ഇടയനാണ്, അഡ്മിനിസ്ട്രേറ്റർ ഒരു ഭരണാധികാരിയാണ്. അങ്ങനെ ഒരു ഭരണാധികാരിയെ നിയമിക്കുന്ന പ്രവൃത്തി ഒരു കാരണവശാലും ആത്മീയമല്ല, അത് തികച്ചും ഭൗതികമായൊരു കാര്യമാണ്. ഇനി ആരാധനാക്രമത്തിലാണെങ്കിലോ ആചാരങ്ങളെ സംബന്ധിച്ച തർക്കങ്ങൾ, അതും ഭൗതികമാണ്. അതിനെന്താ ആത്മീയതയുള്ളത്? അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കകത്ത് നടക്കുന്ന പ്രവൃത്തികൾ പിശാചിന്റെ തലയിലല്ല കെട്ടിവെക്കേണ്ടത്. സ്വന്തം ഉത്തരവാദിത്വം പരിശോധിക്കാൻ സാധാരണ വിശ്വാസി മുതൽ നേതൃതലത്തിലുള്ള സിനഡ് മെത്രാന്മാർ വരെ തയ്യാറാകണം. തങ്ങളുടെ ഭാഗത്ത് സ്നേഹത്തിനും കരുണയ്ക്കും നീതിക്കുമൊക്കെ എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കാനും തങ്ങൾക്ക് പറ്റിപ്പോയിട്ടുള്ള പിഴവുകൾ തിരുത്താനും തയ്യാറാകേണ്ടത്. അത് ഒരു പക്ഷത്തെ ആയിട്ടൊന്നും കുറ്റം പറയുന്നില്ല, പരിശോധിക്കേണ്ടതുണ്ട്. എവിടെയാണ് പിഴവാരംഭിച്ചത്? പിഴവാരംഭിച്ചത് ക്രിസ്തുവിന്റെ മനസാക്ഷിയോടെ ചിന്തിക്കുകയും അവിടെ തീരുമാനം ഉണ്ടാകുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ സഭയ്ക്കകത്തുള്ളൂ. സഭയ്ക്കകത്ത് തർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാവും, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും. കാരണം സഭ പരിശുദ്ധയാണ്, അതേസമയം അതിലെ അംഗങ്ങൾ പാപികളാണ്. മാനുഷികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, താല്പര്യങ്ങൾ ഒരുപക്ഷെ നമ്മെ ഭരിച്ചേക്കാം. പക്ഷെ അത് പൈശാചികതയുടെ ആക്രമണമാണെന്നല്ല, ആത്മീയമായ പ്രശ്നമാണെന്നല്ല, ഇത് തികച്ചും ഭൗതിക പ്രശ്നമാണ്. സഭ ഇത്തരം ഭൗതിക പ്രശ്നങ്ങൾ കുടുങ്ങുന്നുവെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം സഭയുടെ സ്ഥാപനവൽക്കരണ സ്വഭാവം, ഭൗതിക സ്വഭാവം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. സമ്പത്തിലും ഭൗതികതയിലും ആശ്രയിക്കുന്ന പെരുമാറ്റത്തിൽ നിന്ന് എത്രത്തോളം പിൻവലിയാൻ കഴിയുന്നുവോ, എത്രത്തോളം സഭ സമ്പത്തിന്റെ ആധിപത്യത്തെ കൈയൊഴിയുന്നുവോ, അത്രത്തോളം സഭയിൽ സമാധാനം ഉണ്ടാവും. അത് ഏത് കുടുംബത്തിലാണെങ്കിൽ പോലും അതെ. കാശുള്ള കുടുംബത്തിൽ കൂടുതൽ വഴക്കുണ്ടാവും, ദരിദ്രരുടെ കുടുംബത്തിൽ അത്രയും വഴക്കുണ്ടാകില്ല. ദരിദ്രരുടെ കുടുംബത്തിലുണ്ടാകുന്ന വഴക്ക് സ്നേഹത്തെയും ബന്ധത്തെയും സംബന്ധിച്ചായിരിക്കും, ഇത് സമ്പത്തിനെയും ആധിപത്യത്തെയും സംബന്ധിച്ചായിരിക്കും. അടുത്ത ചോദ്യം, എറണാകുളം അങ്കമാലി അതിരൂപതക്കാരനായ താങ്കൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പക്ഷത്താണോ? ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കകത്ത് ജീവിക്കുന്നയാളാണ്. ഞാൻ കത്തോലിക്ക സഭയ്ക്കകത്താണ്. രൂപത തിരിച്ചും ദേശം തിരിച്ചും അതിരുകൾ തിരിച്ച് മനുഷ്യനെ വിഭജിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും എതിരായ ഒരാളാണ് ഞാൻ. മനുഷ്യർ രാജ്യാതിർത്തികൾ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു താൽക്കാലിക സംവിധാനം എന്ന നിലയ്ക്കാണ്. ഇന്നുള്ള ഈ സംവിധാനങ്ങൾ ഉണ്ടായത് കുറച്ചു കാലമായിട്ടുള്ളൂ. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തു ശരീരമാണ് സഭയ്ക്കുള്ള സനാതനമാണ്. സഭയിൽ വിവിധ റീത്തുകളുണ്ട്. അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയിൽ അംഗമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാദേശിക പക്ഷം പിടിക്കാനോ ഏതെങ്കിലും തരത്തിൽ ഒരു താല്പര്യം കാണിക്കാനോ നമുക്കാവില്ല. പ്രത്യേകിച്ചും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കകത്ത് ജീവിക്കുമ്പോൾ
സാംസ്കാരികമായ ഒരു നേട്ടമുള്ളത് ലാറ്റിൻ രൂപതകൾക്കിടയിൽ ജീവിക്കുന്ന ഒരു സീറോ മലബാർ രൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത. കോട്ടപ്പുറം, വരാപ്പുഴ, കൊച്ചി, ആലപ്പുഴ രൂപതകൾക്ക് നടുവിലാണ്. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ സാംസ്കാരികമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ ശീലിച്ച ഒരു സമൂഹമാണ് എറണാകുളത്തുള്ളത്. ഇപ്പൊ ഈ തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ നിരവധി ആളുകൾ സീറോ മലബാർ ദേവാലയങ്ങളിൽ പോകാതെ ലാറ്റിൻ ദേവാലയങ്ങളിൽ പോകുന്നുണ്ട്. ഒരു വിവേചനവും ഇവിടെ നിലനിൽക്കുന്നില്ല, ഒരു അഭിപ്രായ ഭിന്നതയും നിലനിൽക്കുന്നില്ല. പരസ്പരം വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനോ സ്വീകരിക്കുന്നതിനോ ഒന്നിച്ചു ജീവിക്കുന്നതിനോ കുർബാനയിൽ പങ്കുചേരുന്നതിനോ ഏതു കാര്യത്തിലും പങ്കുചേരുന്നതിൽ ഒരു വിമുഖതയും കാട്ടുന്നവരല്ല എറണാകുളത്തെ വിശ്വാസികൾ. അതൊരു മെച്ചപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലായിടത്തും ഒക്കെ അങ്ങനെ ഉണ്ടാവാം, പക്ഷെ ഇവിടെ പ്രത്യേകമായി ഇങ്ങനൊരു കാര്യമുണ്ട്. തൊട്ടടുത്ത് ദേവാലയമുണ്ട്, ഈ പള്ളിയിൽ പോകാൻ പറ്റില്ലെങ്കിൽ അടുത്ത പള്ളിയിൽ പോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നൊരു കാര്യം. വിവാഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ലാറ്റിനാണോ സിറിയനാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല, അങ്ങനെ ഒരു വിഭാഗീയതയുടെ മനോഭാവം എറണാകുളം രൂപതയിൽ കണ്ടിട്ടില്ല ഭൂരിപക്ഷത്തിലും. അതുകൊണ്ട് കുറെ കൂടി അയവുള്ള സൗഹാർദ്ദപരമായ സഹിഷ്ണുതാപരമായ ഒരു നിലപാടെടുക്കുന്ന ഒരു സമൂഹമാണ് എറണാകുളത്തുള്ളതെന്നാണ് എൻ്റെ ഒരു ബോധ്യം. അത് ഇതര സമുദായങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഇവിടെ മതസ്പർദ്ധയോ തർക്കങ്ങളോ ഒന്നും ഉണ്ടാക്കാനും പരസ്പരം ആക്രമിക്കാനോ ഭീഷണിപ്പെടുത്താനോ വഴക്കടിക്കാനോ ലൗചികാത് പറയാനോ ഒന്നും എറണാകുളത്തുകാർക്ക് താല്പര്യമില്ല. അതിന് കാരണം വളരെ സൗഹാർദ്ദപരമായ ഒരു സാക്ഷി ജീവിതമാണ് എറണാകുളത്തെ രൂപതയിൽ നടക്കുന്നത്. മറ്റു രൂപതകളൊക്കെ മോശമാണെന്ന് അവിടെ നിന്ന് അങ്ങനെയല്ലെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇങ്ങനൊരു ഭൗതിക ചുറ്റുപാടിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എറണാകുളം രൂപതയിൽ ആണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കകത്ത് തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കത്തിൽ വ്യക്തിപരമായി എനിക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ പോലും എൻ്റെ പ്രഘോഷണത്തിൽ അത് വരാതിരിക്കാനും മറ്റൊരാളോട് അത് പറയാതിരിക്കാനും ഇടയാകുന്നത് വേറൊന്നുകൊണ്ടാണ്. സഭയിൽ നടക്കുന്ന ഭൗതികമായ ഇത്തരം തർക്കങ്ങളെക്കാൾ പ്രധാനമേറിയത് സഭ നേരിടുന്ന ആന്തരികമായ ചില വിപത്തുകളാണ്. എൻ്റെ ബോധ്യം അതാണ്. സമ്പത്തിന്റെ ആധിപത്യം, ആചാരങ്ങളുടെ പേരിലുള്ള തട്ടിപ്പുകൾ, വിശ്വാസത്തെ അവമതിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ പ്രഘോഷണം, വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ തടസ്സമാകുന്ന ആത്മീയമായ വീഴ്ചകൾ, അവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൗതികമായ പ്രശ്നങ്ങളൊക്കെ താൽക്കാലികങ്ങളാണ് എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആഴമേറിയ ഒരു നിലപാടെടുക്കാനോ ഒരു പക്ഷം ചേരാനോ തിരിഞ്ഞിട്ടില്ലെന്ന് മാത്രം. വ്യക്തിപരമായുള്ള അഭിപ്രായങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ലെന്ന് മാത്രം. ഇനി പിതാക്കന്മാരോടക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ പങ്കുവച്ചിരുന്നു. ചെയ്യുന്നതിലെ ശരികേടുകളും പ്രശ്നത്തിന്റെ രൂക്ഷതയും അതുമൂലം വന്നു ഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അന്ന് സംസാരിച്ചിരുന്നു. അത് ഇന്ന് സംസാരിക്കാത്തത് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നതാണ് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി. നമ്മൾ ആലോചിക്കുന്നത് ആത്മീയ വഴിയിൽ എങ്ങനെ നമുക്ക് മുന്നേറാം എന്നുള്ളതാണ്. അതിൻ്റെ ഭൗതിക സ്വരൂപത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലും വിഭാഗീയതയിലും പെടാതിരിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്, അഭിപ്രായമില്ലാത്തത് കൊണ്ടല്ല. ആചാരങ്ങളിലെ ഏകീകരണം വേണ്ടതല്ലേ? അങ്ങനെയല്ലേ ഒന്നിച്ചു നിൽക്കാൻ കഴിയുമെന്നാണ് അടുത്ത ചോദ്യം. ആചാരങ്ങളിലെ ഏകീകരണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. അത് മതസ്വരൂപത്തിന്റെ പ്രശ്നമാണ്. പക്ഷേ സഭയിൽ അങ്ങനെ ആചാരങ്ങളുടെ ഏകീകരണം ഇല്ല. ഓരോ പ്രദേശത്തിനും അതത് രീതിയിലാണ്. സഭ ചെന്നിടത്തൊക്കെ അവിടുത്തെ ആചാരങ്ങളുമായി ചേർന്ന് ആണ് ആരാധനാക്രമം പോലും രൂപപ്പെട്ടിട്ടുള്ളത്. ഭാരതത്തിൽ ശരിക്കും ഉണ്ടാകേണ്ടിയിരുന്നത് ഇന്ത്യയിൽ ഒരു സഭ എന്ന നിലയ്ക്ക് ഒരു ആചാര സ്വരൂപമായിരുന്നു വളർന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ വളർന്നു വന്നത് അങ്ങനെയല്ല. ഇനി നമ്മൾ ഒരു ആചാരത്തിലാണ് എന്നതുകൊണ്ട്, ആ ആചാരം അനുഷ്ഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റ് ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൂടെന്നോ മറ്റ് ആചാരങ്ങൾ തെറ്റാണെന്നോ പറയുന്നതിൽ അർത്ഥമില്ല. കേരളത്തിൽ വിശുദ്ധ ബലി പങ്കുചേരുന്ന മനോഭാവത്തോടെ ഉത്തരേന്ത്യയിൽ പോയി നമുക്ക് പങ്കുചേരാൻ കഴിയില്ല. കുർബാനയിൽ വൈവിധ്യമുണ്ട്. നൃത്തമൊക്കെയുള്ള കുർബാന ഉത്തരേന്ത്യയിൽ പോയി കാണാം. അവിടെ പുരോഹിതൻ വരുന്ന വഴിയിൽ
നിൽക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും വസ്ത്രം നിലത്ത് വിരിച്ചു കൊടുക്കും. ആ വസ്ത്രത്തിലൂടെയൊക്കെ അവരെ കടത്തിക്കൊണ്ടു പോകുന്ന കാണാൻ പറ്റും. അവിടെ ബലിയർപ്പണ രീതികളിൽ വ്യത്യാസമുണ്ട്. ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന ആളുകളുടെ മനോഭാവത്തിൽ വ്യത്യാസമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ശീലിച്ച പല കാര്യങ്ങളും അവിടെ ഇല്ല. അപ്പൊ കുന്തിരിക്കൊക്കെ ഈ അടുത്താണ് ഉത്തരേന്ത്യയിൽ അധികം പ്രചാരത്തിലായത്. നേരത്തെ ചന്ദനത്തിരിയാണ് ഉപയോഗിച്ചിരുന്നത്, അഗർബത്തിയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഇരുന്നാണ് കുർബാന. പരമാവധി ചമ്രം പടിഞ്ഞ് നിലത്തിരിക്കുന്ന സ്വഭാവമാണുള്ളത്. നമ്മളെ പോലെ മുട്ടുകൊത്തുവോ നിൽക്കുവോ ഇരിക്കുവോ അങ്ങനെയുള്ളതിനെ കുറിച്ചൊന്നും അവിടെ വലിയ തർക്കമില്ല. അത് വേറെ രീതിയാണ്. അപ്പോൾ സഭ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ഇനി കേരളത്തിൽ യഥാർത്ഥത്തിൽ ഏകീകരണം ഉണ്ടാകേണ്ടത് ആചാരത്തിലാണോ അതല്ലെങ്കിൽ ജീവിതത്തിലാണോ? കോട്ടയം രൂപത, ക്നാനായ രൂപത ആചാരങ്ങളിൽ ക്രിസ്തുഭാവം പോലും പലപ്പോഴും നിഷേധിക്കുന്നതല്ലേ? അയിത്തം അതിനേക്കാൾ ഉയർന്ന് ഭ്രഷ്ട് കൽപ്പിക്കുന്ന രീതിയൊക്കെ ഇന്നും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് ക്നാനായ സമൂഹം. ആചാരങ്ങളെയൊക്കെ ഏകോപിപ്പിക്കാൻ നോക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ജീവിതത്തിൽ ക്രിസ്തുവിരുദ്ധമായ അല്ലെങ്കിൽ ചാതുർവർണ്ണ്യം പറയുന്ന രീതിയിലൊക്കെയുള്ള തട്ടുതിരിവുകൾ ഉണ്ടാക്കുന്ന ഇത്തരം അനീതികൾക്കെതിരെ ചിന്തിക്കുന്നില്ല? അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഏകീകരണത്തിന് വേണ്ടിയുള്ളതൊന്നുമല്ല. ഇതിനകത്ത് പലതരത്തിലുള്ള പ്രേരക ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുന്നത് അതൊക്കെ ഭൗതിക പ്രശ്നങ്ങളാണ്, ആത്മീയ വിഷയമല്ല എന്നുള്ളത് കൊണ്ടാണ്. ആത്മീയ വിഷയം എന്താണ്? എല്ലാവരും തുല്യരായി കാണുക എന്നുള്ളതാണ്, സ്നേഹത്തിൽ സഹവർത്തിക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഇപ്പോഴും നമുക്കിടയിൽ വൈജാത്യങ്ങൾ ഏറെയുണ്ട്. ദളിത് ക്രൈസ്തവരെ മാറ്റി നിർത്തുന്നുണ്ട്. പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ സഭയ്ക്കകത്തുള്ള നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ അതൊക്കെ പരിഹരിക്കാനാണ് യഥാർത്ഥത്തിൽ പോകേണ്ടത്, ആചാരങ്ങളെ നവീകരിക്കാനല്ല. ആചാരങ്ങൾ മാറി മാറി വരും. കാലത്തിനും ദേശത്തിനും അനുസരിച്ച് അതിൽ വ്യതിരിക്തതകൾ ഉണ്ടാകും. അതെല്ലാം ബഹുസ്വരതയുടെ സൗന്ദര്യമായിട്ടാണ് സഭ കാണുന്നത്. സഭ അതിനെ ഏകീകരിക്കുക എന്നല്ല വിചാരിക്കുന്നത്. ഏകമായ സഭ എന്ന് പറയുമ്പോൾ സാർവത്രിക സ്വഭാവം അതിനുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ എല്ലാവരും ഉൾച്ചേർന്ന ഒരു സഭ എന്ന നിലയ്ക്കാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് പള്ളികളിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. അതിക്രമങ്ങളെക്കുറിച്ച് ഏതായാലും നല്ല അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പോൾ അതിക്രമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെ ഉണ്ടാകുന്നതാണെന്ന് ആലോചിക്കണം. സഭയ്ക്കകത്ത് കുർബാനയെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാക്കി ആ തർക്കങ്ങളിലൂടെ ഒരു വർഗീകരണം സംഭവിച്ചിട്ടുണ്ട്. ഇരുചേരികളായി മനുഷ്യരെ വേർതിരിക്കുന്ന പ്രവൃത്തി സംഭവിച്ചിട്ടുണ്ട്. പുരോഹിതന്മാർ തമ്മിൽ പോലും പരസ്പരം ഭിന്നതയുണ്ടാക്കുന്ന, പരസ്പരം ചെളിവാരി എറിയുകയും അസഭ്യം പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള, വിശ്വാസികൾ തമ്മിൽ പരസ്പരം അകന്ന് ജീവിക്കാനിടയാകുന്ന ശക്തമായ എതിർപ്പുകളുടെ തലങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് സൃഷ്ടിച്ചത് ആരാണെന്ന് സഭയിൽ ശ്രേഷ്ഠന്മാർ ചിന്തിക്കണം. ഇത്തരം തർക്കങ്ങളിലേക്ക് വിശ്വാസികളെ വലിച്ചിഴയ്ക്കുന്ന പ്രവൃത്തികൾ എങ്ങനെയാണ് രൂഢമൂലമായത്? ഇതൊരു വിഭജിച്ച് ഭരിക്കുക എന്ന സ്വഭാവമാണ്. ഈ വിഭജിച്ചു ഭരിക്കുക എന്നത് ഒരിക്കലും യോജിച്ച പ്രവൃത്തിയല്ല, അത് ഐക്യത്തിനെതിരായ പ്രവൃത്തിയാണ്. ഒരു കാര്യമുള്ളത്, ഈ ഐക്യം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്തോ അനൈക്യത്തിന്റെ പ്രവൃത്തി അതിന്റെ പുറകിലുണ്ടെന്നാണ്. ഒന്നായിരിക്കുന്നിടത്ത് പിന്നെ ഐക്യത്തിന്റെ കാര്യം പറയേണ്ട കാര്യമുണ്ടല്ലോ. ഐക്യത്തിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എവിടെയോ അനൈക്യത്തിന്റെ തിരി കൊളുത്തപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികൾ ഓർക്കേണ്ടത് ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളാണ്. തന്റെ ഇച്ഛയ്ക്കും അഭീഷ്ടത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യണം. അങ്ങനെ ഈ ലോകത്തിന് മുൻപിൽ കുറ്റമറ്റ ദൈവമക്കളായി നിങ്ങൾ കാണപ്പെടണം എന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. വഴിപിഴച്ചതും വക്രതയുള്ളതുമായ ഈ സമൂഹത്തിനിടയിൽ നിങ്ങൾ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. മുറുമുറുപ്പും തർക്കവും ഉണ്ടാകാൻ കാരണമാകുന്നതെന്തോ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു തർക്കമുണ്ടാകുമ്പോൾ ആ തർക്കം ഉണ്ടാകുന്നത് സ്നേഹവിരുദ്ധതയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അത് കേവല സംവാദമല്ല, ആശയപരമായ കാര്യമല്ല. തർക്കം എന്നത് അവരെന്നെ നിഷേധിക്കുന്ന പ്രവൃത്തിയാണ്. അവരെ തോൽപ്പിക്കുക എന്ന ഈഗോ അവിടെ വരും, അഹങ്കാരം പ്രവർത്തിക്കും. അതുകൊണ്ട് തിന്മയ്ക്ക് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുന്ന ഒരു പ്രവൃത്തി ദൈവേഷ്ടമല്ല എന്നറിയണം.
അത്തരം തർക്കങ്ങൾക്ക് കാരണമാകുന്നതെന്തോ അത് മാറ്റിവെക്കണം. അവിടെ സ്നേഹം പ്രതിഷ്ഠിക്കുകയാണ് വേണ്ടത് എന്ന് വചനം പറയുക. കൊളോസ്യർ 3:13 പറയുന്നുണ്ട്, ഒരാൾക്ക് മറ്റൊരാളുടെ പരിഭവമുണ്ടായാൽ, എതിർപ്പുണ്ടായാൽ അന്യോന്യം ക്ഷമിച്ചുകൊണ്ട് സഹിഷ്ണുതയോടെ വർത്തിക്കണം. ആ സഹിഷ്ണുതാ മനോഭാവം എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന പരിശോധന ശുശ്രൂഷയുടെ നേതൃതലത്തിലുള്ളവർ മുതൽ, അവരാണല്ലോ എല്ലാവരെയും ശുശ്രൂഷിക്കുന്നവർ, അവരടക്കം എല്ലാവരിലും ഉണ്ടാകേണ്ടതാണ്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. കർത്താവ് ക്ഷമിച്ചത് ഉപാധിയില്ലാതെയാണ്. യേശുക്രിസ്തുവിനെ ലോകത്ത് കാട്ടിക്കൊടുക്കാൻ വിളിക്കപ്പെട്ട നമുക്ക് അങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും ലോകത്തോട് നമ്മൾ പറയുന്നത് നമ്മൾ ക്രിസ്തു വിരുദ്ധരാണെന്നാണ്. വേറെ തർക്കമൊന്നുമില്ല. ഒരഭിപ്രായം പറയുകയും നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു എന്ന് കരുതുന്നവർ തങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ അത് സ്വീകരിക്കാനും സഹിഷ്ണുതയോടെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും കഴിയേണ്ടതാണ്. ഈ അവരോന്മുഖമായിരിക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവരെ അംഗീകരിക്കുക, അവരായിരിക്കുന്ന രീതിയിൽ അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കാൻ കഴിയേണ്ടതാണ്. അത് കഴിയാതെ പോകും. അതിൽ കൊളോസ്യർ ലേഖനം 3:14 പറയും, അങ്ങനെ സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരസ്പരം ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. ഈ സ്നേഹം ഒന്ന് പരിശീലിക്കണമെന്നേ. ഈ സ്നേഹത്തിന്റെ പരിശീലനത്തിൽ കുറവുണ്ട് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാവഡ്യമൊക്കെ മാറ്റിവെച്ചിട്ട് സ്നേഹിക്കാൻ തുടങ്ങണം. ആ സ്നേഹത്തിന്റെ അഭാവം സഭയ്ക്കകത്ത് രൂക്ഷമായിട്ടുണ്ട്. അത് ക്രിസ്തുവിരുദ്ധതയാണ്. ലോക താല്പര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു, സമ്പത്ത് കേന്ദ്രീകൃതമായി പോകുന്നു, അധികാര കേന്ദ്രീകൃതമായി പോകുന്നു. അതുകൊണ്ട് അധികാരത്തെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് സഭാ തർക്കങ്ങളെ മതവൽക്കരിക്കാൻ, സമുദായവൽക്കരിക്കാൻ ഉള്ള ശ്രമങ്ങളൊക്കെ ധാരാളമായിട്ട് നടക്കും. നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം നിലപാടുകളിൽ നിന്ന് നമുക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ യഥാർത്ഥത്തിൽ വിശ്വാസ പ്രഘോഷണത്തിൽ നമ്മൾ വീണുപോകും. ആത്മീയത ഉറവ പറ്റിപ്പോകും. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായി ഈ തർക്കങ്ങളെ കുറിച്ചൊന്നും പറയാനില്ല. ഈ തർക്കം ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത് കുറച്ച് പേരുടെ ഇടയ്ക്കാണ്. ആ തർക്കം വളർന്ന് ഇന്ന് ഇടവക സമൂഹങ്ങൾ തമ്മിൽ തന്നെ ഭിന്നിക്കുന്ന രീതിയിലായി. പുരോഹിതർ തമ്മിൽ ഭിന്നിക്കുന്ന രീതിയിലായി. കുറച്ചു നാൾ കഴിയുമ്പോൾ ഇത് കുടുംബത്തിനകത്ത് തന്നെ രണ്ടഭിപ്രായമുള്ള നിലയ്ക്കായിട്ട് മാറ്റും. ഒരു മുറിവും ഉണക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മുറിവേറ്റവരെ ചേർത്ത് പിടിക്കാനും പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാനും പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കാൻ സഭയെ ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത്. ഇങ്ങനെ ഭിന്നതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അന്ധവിശ്വാസങ്ങൾ പെരുകുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ്. അന്ധവിശ്വാസങ്ങൾ എല്ലാ സമൂഹങ്ങൾക്കകത്തും പെരുകുന്നൊരു കാലമാണ്. കാരണം മനുഷ്യന്റെ കഷ്ടപ്പാട് വർദ്ധിക്കുകയും ജീവിതത്തെക്കുറിച്ചുള്ള അതിമോഹങ്ങൾ അവനെ ഭരിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും അന്ധവിശ്വാസങ്ങളിൽ കൊടുക്കും. പണം ഉണ്ടാകാത്ത സമയത്ത് പണം ഒരു ഐശ്വര്യമാണെന്ന് നമുക്ക് തോന്നില്ല. പക്ഷെ പണം കുറച്ച് ഉണ്ടായി കഴിയുമ്പോൾ പണത്തെ പൂജിക്കണമെന്ന് നമുക്ക് തോന്നും സ്വാഭാവികമായി. അന്ധവിശ്വാസം പരത്തുന്നവർ കൊലപാതകങ്ങൾക്ക് വരെ കാരണമാവും നമ്മൾ കാണുന്നുണ്ട്. ഈ കുട്ടി വീടിന് ഐശ്വര്യക്കേടാണെന്ന് ആ കുട്ടിയെ കൊന്നുകളയാനായിട്ട് തീരുമാനിക്കുന്നു. പലപ്പോഴും മന്ത്രവാദികളൊക്കെ പറഞ്ഞിട്ടാണ് കൊലപാതകങ്ങൾ ഉണ്ടായെന്നാണ് ആളുകൾ തന്നെ വെളിപ്പെടുത്തുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനോട് തുലനം ചെയ്യാവുന്ന രീതിയിൽ നമുക്കിടയിലും ഉണ്ട് അന്ധവിശ്വാസങ്ങൾ. ഈ തൈലം കുടിച്ചാൽ മതി നിങ്ങൾ സുഖപ്പെടും, ഈ പേപ്പർ കത്തിച്ചാൽ മതി നിങ്ങൾ സുഖപ്പെടും എന്നൊക്കെ പറയുമ്പോൾ സെയിം തന്നെയാണ്. അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം ഒരു ബാധയാണെന്ന് പറയുമ്പോൾ, പിശാചാണെന്ന് പറയുമ്പോൾ, അത് ഒഴിക്കാന്ന് പറയുമ്പോൾ, ഏത് രീതിയിൽ പറഞ്ഞാലും ഒന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തർക്കം അക്കാര്യത്തിൽ വേണ്ട. നിങ്ങൾക്ക് ആവശ്യമായവയൊക്കെ നേടിത്തരും, ഇന്ന കാര്യങ്ങൾ ചെയ്താലെന്ന് പറയുമ്പോൾ പൂജ ചെയ്ത് കാര്യങ്ങൾ നേടാമെന്ന് പറയുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്നതിന് പ്രതിഫലമായി ദൈവം ചെയ്തു തരുന്നവയല്ല ഒരു അനുഗ്രഹവും. നിങ്ങളുടെ പ്രവൃത്തി നോക്കിയിട്ട് നിങ്ങൾ കൊള്ളാം എന്ന് കരുതി നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് അല്ല ദൈവാനുഗ്രഹം. അത് ദൈവത്തിന് കൂടവരവാണ്. അത് അനുഭവിക്കാൻ കഴിയുന്നത് പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് അത് മനസ്സിലാവും, പ്രാർത്ഥിക്കാത്തവനത് മനസ്സിലാകുന്നില്ല. വിശ്വസിക്കുന്നവനത് മനസ്സിലാവും, വിശ്വസിക്കാത്തവന് മനസ്സിലാകുന്നില്ല. വിശ്വാസവും അന്ധവിശ്വാസവും ഒന്നല്ല. വിശ്വാസം ഒരാളെ സ്വയം ഉപേക്ഷിക്കാൻ പഠിപ്പിക്കുമ്പോൾ അന്ധവിശ്വാസം സ്വയം ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ളതായി മാറും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്.
പലവിധ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് ഈ കാലത്ത് കേൾക്കുന്നുണ്ട്. ഒന്ന്, ഉടമ്പടി തൈലം പൂശിയപ്പോ കുട്ടി സുഖം പ്രാപിച്ചു എന്നുള്ളതാണ്. ഉടമ്പടി തൈലം പൂശിയപ്പോ, ഉടമ്പടി തൈലം എന്നൊരു തൈലം ഇല്ലെന്നേ സഭയിൽ. ഇത് വിശ്വാസത്തിന്റെ ഭാഗമല്ല, അന്ധവിശ്വാസമാണ്. ഉടമ്പടി തൈലം എന്നൊരു തൈലം സഭയിലില്ല. സഭയിൽ 3 തൈലങ്ങളാണുള്ളത്: ജ്ഞാനസ്നാനത്തിനുള്ള തൈലം, രോഗി ലേപനത്തിനുള്ള തൈലം, അതേപോലെ തന്നെ സ്ഥൈര്യ ലേപനത്തിന് പരിശുദ്ധാത്മാവിന് നൽകുന്ന ക്രിസം ഓയിൽ, കാറ്റിക്കുമെൻ ഓയിൽ, സിക്ക് ഓയിൽ, ക്രിസം ഓയിൽ, 3 ഉള്ളൂ. ഉടമ്പടി തൈലം എന്നൊരു തൈലം ഇല്ല. അത്തരമൊരു ഫേക്ക് തൈലം നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നു. അത് പുരട്ടിയപ്പോ അത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. ഇതേപോലെ കാശ് രൂപം വെച്ചപ്പോ, കാശ് രൂപം കയ്യെ കെട്ടിയപ്പോ, കഴുത്തലിട്ടപ്പോ എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുന്നതെല്ലാം ആൾദൈവ സ്വരൂപങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. അതിലൊന്നും കാര്യമുള്ള കാര്യമല്ല. വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന ആ വഴിയെ ചരിക്കാനല്ല, കാര്യം നേടാനല്ല, നിന്നെ ദൈവത്തിന് കൊടുക്കാനാണ്, ദൈവത്തെ പ്രതി മനുഷ്യർക്ക് കൊടുക്കാനാണ്. അതാണ് ആത്മീയത. ഇതെന്റെ വ്യക്തിപരമായ താല്പര്യമൊന്നും കാഴ്ചപ്പാടൊന്നുമല്ല കേട്ടോ. സഭ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. സഭയിലെ പാരമ്പര്യം അങ്ങനെയാണ്. വിശുദ്ധ പാരമ്പര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. വേറെടുത്ത് പറയുന്നു, സൈത്ത് പൂശിയപ്പോ, അച്ഛൻ സൈത്ത് പൂശിയപ്പോ, അച്ഛൻ പ്രത്യേകതയുള്ള ആളാണ്, അതുകൊണ്ട് അച്ഛൻ സൈത്ത് പൂശിയപ്പോ സൗഖ്യപ്പെട്ടു. ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോയതാണ്, ഹാർട്ട് ബീറ്റ് തിരികെ കിട്ടി. സൈത്ത് പൂശി. സൈത്ത് പൂശി എന്ന് പറയുന്നതൊക്കെ മണ്ടത്തരവാന്നേ. സൈത്ത് പൂശി എന്നല്ല, രോഗീ ലേപനം കൊടുക്കാനാണ് പുരോഹിതൻ. അത് പുരോഹിതന്റെ കഴിവല്ല, അത് സഭയിലൊരു കൂദാശയാണ്. ആ കൂദാശ രോഗസൗഖ്യത്തിനുള്ള കൂദാശയാണ്. രോഗാവസ്ഥയിൽ മനുഷ്യനെ ബാധിക്കാവുന്ന നിരാശയിൽ നിന്നും അവനെ പിടിച്ചു കയറ്റാനും ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് വിധേയപ്പെടുത്താനും കുറ്റബോധവും അസ്വസ്ഥയൊക്കെ നീക്കി അവന് വിശ്വാസത്തിൽ ഉറപ്പിക്കാനും അതുവഴി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിക്കാനും ഇടയാക്കുന്ന കാര്യമാണത്. ആ സമയത്ത് സൗഖ്യമുണ്ടായ നിരവധി അനുഭവങ്ങളുണ്ട്. ഇനി ഈ പറഞ്ഞതിലെ സാക്ഷ്യത്തിലെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞ സാക്ഷ്യത്തിലെ പിഴവ് എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് ബീറ്റ് കുറവായിരുന്നു. അത് സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി. സൈത്ത് പൂശിയപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടി. സാധാരണഗതിയിൽ സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റ് വെളിവാകില്ല. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. CT സ്കാനിലോ അൾട്രാസൗണ്ട് സ്കാനിലോ ഹാർട്ട് ബീറ്റ് മനസ്സിലാകണമെന്നില്ല. ഫീറ്റൽ അൾട്രാസൗണ്ട് സ്കാനിലാണ് ഹൃദയത്തിന്റെ മിടിപ്പ് മനസ്സിലാകുക. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കുന്നത് വെച്ചാൽ സ്കാനിങ്ങിൽ മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. ഇനി ഫീറ്റൽ അൾട്രാസൗണ്ട് സ്കാൻ വേണോ? വേണ്ടെന്നേ. നിസ്സാരമായി ECGയോ അതിനേക്കാൾ താഴ്ന്നതാണ്. അതിനേക്കാളും താഴെ സാധാരണഗതിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന ഒരു കാര്യമാണ് ഹാർട്ട് ബീറ്റ്. നമ്മൾ പെരുപ്പിച്ച് കാണിക്കുമ്പോൾ സ്കാൻ ചെയ്തിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന കാര്യം, അങ്ങനെയൊന്നും മഹാത്ഭുതമായി ഇതിനൊന്നും ചിത്രീകരിക്കേണ്ട കാര്യമില്ല. കൂദാശയിൽ നടക്കുന്ന കാര്യമാണ്. സൗഖ്യാനുഭവം ഉണ്ടാവും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. പക്ഷെ അത് ഇന്നയാൾ ചെയ്തെന്ന് പറയുമ്പോൾ ഇയാൾ ദൈവത്തെ സൃഷ്ടിക്കുക. നമ്മൾ അതിനൊരു ഓമന പേര് പറയുന്നുണ്ട്, അച്ഛൻ, ബ്രദർ. അച്ഛൻ പറഞ്ഞപ്പോ, ബ്രദർ പറഞ്ഞപ്പോ എന്നൊക്കെ പറയുന്നത് ആൾ ദൈവ സ്വരൂപത്തെ സൃഷ്ടിക്കുക. അവർ തന്നെ അറിയാതെയുമായി അവരതിന് അകത്ത് പെട്ടുപോകും. വിശ്വാസികൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ അബദ്ധങ്ങളിലല്ല ദൈവത്തെ കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കാണണമെങ്കിൽ നമ്മൾ സ്വയം ഉപേക്ഷിക്കുകയും ക്രിസ്തു മാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യണം. ഇനി വീഡിയോയ്ക്ക് കീഴുന്ന ഒരു കമന്റ്, അഭിഷേകമുള്ള കുർബാന വേണം. എൻ്റെ സുഹൃത്തെ, എല്ലാ കുർബാനയും ഒരേ അഭിഷേകത്തിനാണ്. അഭിഷേകമുള്ള കുർബാന എന്നൊരു കുർബാനയില്ല. നമ്മൾ ഇതിനെയൊക്കെ ഈ വർണ്ണന കൊണ്ട് അലങ്കരിച്ച് വെക്കുകയല്ല വേണ്ടത്. യാഥാർത്ഥ്യബോധത്തിൽ കാണണം. ക്രിസ്തുവിന്റെ യാഗത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. അവന്റെ യാഗത്തോടൊപ്പം നമ്മുടെ ജീവിതവും കൂടി അർപ്പിക്കുന്നതിന്റെ പേരാണ് കുർബാന. ആ കുർബാന സ്പെഷ്യലായിട്ടുള്ള കുർബാനയില്ല. ഒരു അഭിഷേകമുള്ള കുർബാനയും അഭിഷേകം ഇല്ലാത്ത കുർബാനയും എന്ന കുർബാനയില്ല. കുർബാനയിൽ ഞാൻ എത്രത്തോളം എന്നെ തന്നെ സമർപ്പിക്കുന്നു അത്രത്തോളം അഭിഷേകം ഞാൻ അനുഭവിക്കും. അഭിഷേകം എന്ന് വെച്ചാൽ ഇൻവോക്കിംഗ് സ്പിരിറ്റ്, എൻ്റെ അകത്തുള്ള ആത്മാവിന്റെ ഉണർച്ച ഞാൻ അനുഭവിക്കും. കുർബാന തേടി അറിയേണ്ട കാര്യമില്ല. എല്ലാ കുർബാനയിലും ഈ അഭിഷേകമുണ്ട്. അത് നിങ്ങളിൽ തന്നെയുള്ള അഭിഷേകമാണ്. നിങ്ങൾ തിരിച്ചറിയുന്നതാണ് അഭിഷേകം. നിങ്ങളുടെ ക്രിസ്തുവിനെ നിങ്ങൾ എത്രത്തോളം അനുഭവിക്കുന്നുവോ അത്രത്തോളം ഈ അഭിഷേക അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റും. അടുത്തത് ഒരു സഹോദരന്റെ കമന്റാണ്, ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ മാനിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വളരെ വേദനയോടെ പറയട്ടെ, ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ മാനിക്കാൻ കഴിയാതെ പോയതിന്റെ വേദനയാണ് ഇപ്പോഴും എനിക്കുള്ളത്.
അറിയാത്തവർ മാനിക്കാതിരിക്കുന്നതിനേക്കാൾ അപകടകരമാണ് അറിയുന്നവരെന്ന് പറയുന്നവർ മാനിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ പരമാവധി ശ്രമിക്കുകയാണ് ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് രാജാവും രക്ഷകനുമായി ഏറ്റുപറയാൻ. നിരന്തരമായ ശ്രമത്തിലാണ് ഓരോ ക്രിസ്ത്യാനിയും അവനെ അനുഗമിക്കുന്നവരും. അതിൽ വീഴ്ചയും പോരായ്മയും കുറവും ഒക്കെ ഉണ്ടാകാം, പക്ഷെ ആത്യന്തികമായി ആ വഴിയിലാണ്. ആ വഴി ഏവർക്കും വേണ്ടി തുറക്കപ്പെട്ടതാണെന്നും പറയട്ടെ. അതുകൊണ്ട് നമുക്ക് ഈ മറുപടികളിൽ തൃപ്തിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പറയാം, വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും അനുഭവിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്ന ജീവിത ദൗത്യം പരിപൂർണതയോടെ നിർവഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.